ഈ ഒരു പ്രോഗ്രാമിൽ 7th പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഫയലിൽ നിന്ന് വേറെ ഫയലിലേക്ക് കണ്ടൻസ് കോപ്പി ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയേ ഉള്ളൂ, എ എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്, അതിൽ നിന്ന് output.txt എന്നുള്ള വേറെ ഫയലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടൻസ് കോപ്പി ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് വേണ്ട ബേസിക് കാര്യങ്ങൾ java.io.starനകത്ത് നമുക്കുണ്ട്. ഓക്കെ, ഫയൽ ഹാൻഡിൽ ചെയ്യാനുള്ള നമ്മൾ ക്ലാസ് കോപ്പി ഫയൽ എന്നുള്ള ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ അകത്ത് മെയിൻ ഫംഗ്ഷൻ എഴുതി. റെഡി. ഇനി നമുക്ക് മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ആവശ്യമുള്ള കാര്യം ആദ്യം ഫയൽ ഇൻപുട്ട് സ്ട്രീമും ഫയൽ ഔട്ട്പുട്ട് സ്ട്രീമും രണ്ട് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. നമുക്കിവിടെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യണം. ഫയൽ ഇൻപുട്ട് സ്ട്രീം ഇൻ ഈസ് ഈക്വൽ ടു നൾ, ഔട്ട്പുട്ട് സ്ട്രീം ഔട്ട് ഈക്വൽ ടു നൾ. റെഡി. അതിന് ശേഷം നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ട്രൈ എന്നുള്ളത് ആദ്യം എഴുതി, ട്രൈ ക്യാച്ചിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നത്, കാരണം എക്സെപ്ഷൻ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട്. ഇനി നമ്മളിവിടെ ഫയൽ ഇൻപുട്ട് സ്ട്രീം ഇൻ ഈസ് ഈക്വൽ ടു ന്യൂ ഫയൽ ഇൻപുട്ട് സ്ട്രീം. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഒറ്റ ലൈനിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ നമുക്ക് ഈ ഒരു സംഭവം ട്രൈൻ്റെ അകത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ലൈക്ക് ഞാനിതിവിടെ കൊടുത്തു വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദ്യം ഉണ്ടാവും എന്തുകൊണ്ടാണ് അത് മുകളിൽ കൊടുത്തതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ കൊടുത്താലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഫൈനലി വരുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടില്ല, എന്നുള്ളതിൻ്റെ കാര്യം കിട്ടൂല. ഇത് കാരണം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ട്രൈൻ്റെ അകത്താണ്, ഈ ബ്ലോക്കിൻ്റെ അകത്താണ്. അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ പുറത്ത് എന്ത് കിട്ടില്ല, ഇന്ന് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഇതിൻ്റെ ഡിക്ലറേഷൻ്റെ പകുതി ഭാഗം എന്ത് ചെയ്ത് മുകളിൽ കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഡിക്ലറേഷൻ്റെ പകുതി എന്ത് ചെയ്തിട്ടുണ്ട്, ട്രൈൻ്റെയും മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഫൈനലി ബ്ലോക്കിൻ്റെ അകത്ത് കിട്ടും. എന്തിനാണ് വേണ്ടിയിട്ടാണ് പറയാം. നമ്മൾ പിന്നെ ഫൈനലിൻ്റെ അകത്ത് എന്താ വെച്ചാൽ ക്ലോസ് ചെയ്യണം. എന്തിനെ, ഈ ഫയലിൻ്റെ ഡിസ്ക്രിപ്റ്റർ നമ്മൾ എടുത്തത് ക്ലോസ് ചെയ്യണം, അതല്ലെങ്കിൽ ആ റിസോഴ്സിനെ അവിടെ ക്ലോസ് ചെയ്യാതെ കിടക്കും. നമ്മൾ പിന്നെ ട്രൈ ചെയ്യുമ്പോൾ ഈ ട്രൈ ബ്ലോക്കിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ എക്സിറ്റ് ആവും. എക്സിറ്റ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ ഇന്നിൻ്റെ വാല്യൂ നൾ അല്ലെങ്കിൽ, അതായത് ഇവിടെ ആൾറെഡി ഇതിനൊരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ഫയലിനെ ക്ലോസ് ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ പുറത്ത് പോകാൻ. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻ നോട്ട് ഈക്വൽ ടു നൾ. ഓക്കെ, അതായത് ഇന്ത്യൻ നൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ എത്തിയിട്ട് ഈ ലൈൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ, ഇതിൻ്റെ വാല്യൂ നള്ളാവൂല, നള്ളിൽ നിന്ന് മാറിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നള്ള അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഇൻപുട്ട് ഫയലിനെ ക്ലോസ് ചെയ്യണം. ഓക്കെ, സിമിലർലി ഔട്ട്പുട്ട് ഫയലിന് അതുപോലെ തന്നെ ഫയൽ ഔട്ട്പുട്ട് ഫയലോട് ഓപ്പൺ ചെയ്തു, ഔട്ട്പുട്ട് ഫയലും ഔട്ട് നോട്ട് ഈക്വൽ ടു നള്ളാണെങ്കിൽ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ഫയലിനെയും ഫൈനലി ബ്ലോക്കിൻ്റെ അകത്ത് ക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എറർ വന്നാലില്ലെങ്കിൽ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഫയലുകൾ ഇവിടെ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം എന്നാണ്. നമ്മൾ നോക്കുക, ഫയൽ ഇൻപുട്ട് സ്ട്രീം എടുത്തു, ഫയലിന് റീഡ് ചെയ്യാൻ അല്ലേ. അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഫയലിൻ്റെ പാത്തും ഫയലിൻ്റെ കംപ്ലീറ്റ് നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, നമുക്ക് സിംഗിൾ സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ എറർ വരും, ഡബിൾ സ്ലാഷ് കൊടുക്കണം. ഓക്കെ, സിംഗിൾ സ്ലാഷിന് പകരം ഫുൾ പാത്ത് കൊടുക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഫയൽ എവിടെയാണ് റൺ ചെയ്യുന്നത് ആ ഫയലാണ്, ആ ഒരു പാത്താണ് എന്ത് ചെയ്യുക, ബൈ ഡിഫോൾട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുൾ പാത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഔട്ട്പുട്ട് ഫയൽ കൊടുത്തു. ഇൻ എന്ന് ഇപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു a.txt എന്നുള്ള ഫയലിലാണ്, ഔട്ട് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് output.txt എന്നുള്ള ഫയലാണ്. നമുക്ക് വേണ്ട എന്താണ്, എയിൽ നിന്ന് ഈ output.txtയിലേക്ക് എന്ത് ചെയ്യണം, ഇതിലെ കണ്ടൻസ് ഫുള്ള് റീഡ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഇൻ ഫയൽ ഇൻപുട്ട് സ്ട്രീമിൻ്റെ ഒബ്ജക്റ്റ് ഇൻ വെച്ചിട്ട് in.read ആണ്. ഓക്കെ, in.read നമ്മൾ എന്ത് ചെയ്തു, ഒരു സി എന്നുള്ളതിലേക്ക് എടുത്തു. ഓക്കെ, ഒരു ഇൻറ്റീജറായിട്ട് എന്ത് ചെയ്യും, അതിനെ റീഡ് ചെയ്യും. ഓക്കെ, റീഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, നോട്ട് ഈക്വൽ ടു -1 നോക്കി. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഈ റീഡ് ചെയ്ത വാല്യൂ ഉണ്ടല്ലോ, ഈ റീഡ് ചെയ്ത വാല്യൂ -1 അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്, ലൂപ്പിൻ്റെ അകത്തേക്ക് വരണം. ലൂപ്പിൻ്റെ അകത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം, out.write ഈ അടുത്ത ഫയലിലേക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഇൻറ്റീജർ റൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ റൈറ്റ് ചെയ്യണം. ഓക്കെ, അതായത് -1 ഉദ്ദേശിക്കുന്നത് ഫയലിൻ്റെ എൻഡാണ്, എൻഡ് ഓഫ് ദി ഫയലാണ്. അപ്പോൾ നിങ്ങൾക്ക് തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പം a.txt തുറന്നു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ഫയൽ എന്നുണ്ടോ നെഗറ്റീവ്, പക്ഷെ അവിടെ എഡിറ്ററിൽ കാണിക്കൂല. ബട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു -1 വാല്യൂ ഉണ്ട്, എൻഡ് ഓഫ് ഫയൽ ടാഗ് ഉണ്ട്, എന്നുള്ള ടാഗ് ഉണ്ട്. അപ്പോൾ a.txt എന്ന് പറഞ്ഞത് ഇതാണ്, ടെമ്പിൻ്റെ അകത്തുള്ള ഈ വാല്യൂ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, output.txt നിലവിലില്ല. ഓക്കെ, output.txt നിലവിലില്ല. അപ്പോൾ നമുക്ക് output.txt എന്നുള്ള ഫയൽ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് കോപ്പി ചെയ്യണം. ഫയൽ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക് അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടാണ് കോപ്പി ചെയ്യുക.
ഇത്രയും കാര്യം ഇവിടെ നോക്കാം. ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ എന്ത് ചെയ്യും, അപ്പുറത്തേക്ക് കോപ്പി ചെയ്യും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി അവിടെ എറർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ട്രൈ ബ്ലോക്കിനടുത്ത് എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷനോടെ പ്രിന്റ് ചെയ്യും. ഈ ഡോട്ട് പ്രിന്റ് സ്റ്റാക്ക് ട്രേസ് കൊടുക്കുക, അതല്ലെങ്കിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ഈ ഡോട്ട് ഗെറ്റ് മെസ്സേജ് കൊടുക്കാം. ഓക്കെ, റെഡി. അപ്പോൾ മെസ്സേജ് മാത്രം അവിടെ വരും. നമ്മളത് റൺ ചെയ്യാണ്. ഓക്കെ, റൺ ചെയ്ത് കഴിഞ്ഞ് ബിൽഡ് സക്സസ്ഫുള്ളി. നമുക്ക് നോക്കാം, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, output.txt എന്നുള്ള ഫയൽ വന്നിട്ടുണ്ട്, ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെൽക്കം ടു ജാവ ഇവിടെയുള്ള കാര്യം വന്നു. നമുക്ക് മാറ്റി നോക്കാം. വെൽക്കം ടു ജാവ, താങ്ക് യു വെരി മച്ച്. നമ്മൾ വീണ്ടും റൺ ചെയ്യാണ്. ഓക്കെ, വീണ്ടും നമുക്ക് ചെക്ക് ചെയ്യാം. a.txt output.txt മാറിയിട്ടുണ്ട്. ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, സേവ് ചെയ്തു. നേരത്തെ സേവ് ചെയ്തിട്ടുണ്ടാവില്ല, ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ഓക്കെ, a.txt output.txt വെൽക്കം ടു ജാവ എന്ന് മാത്രമാണ് വന്നത്. സോ ലെറ്റ്സ് ലുക്ക് ഇൻടു ദി പ്രോഗ്രാം. സോ നമുക്ക് ഫയലിൻ്റെ പേര് മാറ്റി കൊടുക്കാം. output1.txt എന്ന് കൊടുക്കാം. ഓക്കെ, അതുപോലെ ഫയൽ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു പെർമിഷൻ എറർ കാരണമാണ് അവിടെ വരുന്നത്. Okay, so let's open in another editor. Okay, welcome to Java എന്ന് തന്നെയാണ് വരുന്നത്. സോ ഓക്കെ, ഇൻപുട്ട് ഫയൽ മാറിയിട്ടില്ല, അതുകൊണ്ടാണ് വെൽക്കം ടു ജാവ, താങ്ക് യു. ഓക്കെ, റൺ അഗെയിൻ. output 1. ഓക്കെ, വെൽക്കം ടു ജാവ, താങ്ക് യു എന്ന് വന്നു. നമ്മൾ ആദ്യത്തെ ഫയൽ വീണ്ടും മാറ്റം വരുത്തുകയാണ്. ഓക്കെ, ദിസ് ഈസ് ജാവ. ഓക്കെ, ഫയൽ സേവ് ചെയ്ത്. ഓക്കെ, മറ്റേത് നോട്ട് പാഡ് എഡിറ്ററിൻ്റെ എറർ കാരണമാണ് അങ്ങനെ വരുന്നത്. എഡിറ്റിംഗ് കറക്റ്റ് അവിടെ കംപ്ലീറ്റ് ആയി നടക്കുന്നില്ല, അതുകൊണ്ടാണ് സേവ് ആവുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, output 1. ഓക്കെ, സോ ദിസ് ഈസ് ജാവ. നമ്മൾ ഇവിടെ കൊടുത്ത മാറ്റം എന്ത് ചെയ്തിട്ടുണ്ട്, a.txt കൊടുത്ത മാറ്റം എന്ത് ചെയ്തിട്ടുണ്ട്, ഔട്ട്പുട്ടിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഓക്കെയാണ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ റീഡ് ചെയ്യുന്നതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പ്രിന്റ് ചെയ്ത് നോക്കാം. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് സി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ കാണാൻ പറ്റും ഓരോന്ന് എന്താണ് റീഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, കണ്ടോ, ഓരോ അതിന് കറസ്പോണ്ടിങ് ആസ്കി വാല്യൂ ആണ്. ഓക്കെ, ദിസ് ഈസ് ജാവ. അപ്പോൾ നമുക്കിവിടെ ലൈക്ക് എ ഡോട്ടിൽ ABCD എന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, ABCD എന്ന് കൊടുത്താൽ 97, 98, 99, 100. അപ്പോൾ സ്മോൾ ലെറ്റർ എൻ്റെ ആസ്കി വാല്യൂ ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രിന്റ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ എന്താക്കി മാറ്റാം, ക്യാരക്ടറാക്കി മാറ്റിയിട്ട് റൺ ചെയ്ത് നോക്കാം. കൺവേർട്ട് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാം. അപ്പോൾ ഉണ്ട് ABCD ക്യാരക്ടറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്ത ഓരോ വാല്യൂസിന് എന്ത് ചെയ്തു, അവിടെ നിന്ന് റീഡ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ അടുത്ത ഫയലിലേക്ക് എന്ത് ചെയ്തു, റൈറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് നമ്മുടെ കൺസോളിൽ പ്രിന്റ് ചെയ്ത് കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, സിസ്റ്റം ഡോട്ട് ഔട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്ത് കാണിക്കാം. അവിടെ നമുക്ക് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ABCD. അതല്ലെങ്കിൽ നമുക്ക് ഒരു സ്ട്രിങ്ങിലേക്ക് അപ്പൻഡ് ചെയ്യണമെങ്കിൽ ഓക്കെ, സ്ട്രിങ് str. ഓക്കെ, ആണെങ്കിൽ സ്ട്രിങ് ബിൽഡർ യൂസ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, str പ്ലസ് ഈക്വൽ ടു char of c. ഓക്കെ, അപ്പോൾ ഈ സ്ട്രിങ് str എന്നുള്ളതിൻ്റെ അകത്ത് എന്തിട്ടാവും, നമ്മുടെ കംപ്ലീറ്റ് സ്ട്രിങ് വന്നിട്ടുണ്ടാവും. നമുക്ക് അവിടെ കംപ്ലീറ്റ്ലി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലാസ്റ്റ് പ്രിന്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യാം. ഓക്കെ, ദി സ്ട്രിങ് ഈസ് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം,
പ്രിന്റ് ചെയ്ത് കാണിക്കാം. സിസ്റ്റം ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ. ഓക്കെ, മെസ്സേജ് ഈസ്. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജിന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ പ്രിന്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, സോ ഇവിടെ ഓരോ ബൈ ലെറ്റർ കാണിക്കേണ്ട, ടോട്ടൽ ഒരുമിച്ച് നമുക്ക് ഇവിടെ കാണിക്കാം. ഓക്കെ, ഇത് മെസ്സേജ് ഈസ് ABCD. അപ്പോൾ അതുപോലെ ഫയൽ നമുക്ക് എന്ത് ചെയ്യാം, റീഡ് ചെയ്യാം. റീഡ് ചെയ്ത് ഉടനെ തന്നെ എന്ത് ചെയ്യാം, റീഡ് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വ്യത്യസ്തമായ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഓവർവ്യൂ, നമ്മൾ ഫയലിനെ റീഡ് ചെയ്തു. ഓക്കെ, റീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഔട്ട്പുട്ട് സ്ട്രീം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു, അടുത്ത ഫയലിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്തു. ഓക്കെ, അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ ആ മെസ്സേജിൻ്റെ എടുത്തിട്ട് വേറെ പ്രിന്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് എക്സ്പെരിമെൻറ്റ് നമ്പർ 7. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.